അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇറാൻ നയത്തോട് സ്വന്തം വൈസ് പ്രസിഡന്റിന് പോലും പൂർണ്ണ യോജിപ്പില്ലെന്ന് സൂചന. ഇറാനെതിരെ യുദ്ധവും ഭരണമാറ്റവും പരിഹാരമല്ലെന്ന് തുറന്നു പറഞ്ഞ JD വാൻസിന്റെ പരാമർശങ്ങൾ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴിതെളിക്കുന്നു. ഈ വാർത്തയോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇറാൻ നയത്തിനെതിരെ പരോക്ഷ വിമർശനവുമായി വൈസ് പ്രസിഡന്റ് JD വാൻസ് രംഗത്തെത്തി. ഇറാനെ ബോംബിട്ട് ഇല്ലാതാക്കുകയോ അവിടുത്തെ ഭരണകൂടത്തെ മാറ്റിമറിക്കുകയോ ചെയ്യാമെന്ന് കരുതുന്ന അമേരിക്കൻ യാഥാസ്ഥിതികരുടെ നിലപാടുകൾക്കെതിരെയാണ് വാൻസ് തുറന്നടിച്ചത്. ട്രംപിന്റെ സ്ഥാനത്ത് താനായിരുന്നുവെങ്കിൽ ഇറാനുമായുള്ള യുദ്ധത്തിലേക്ക് ഇത്ര വേഗത്തിൽ നീങ്ങില്ലായിരുന്നു എന്നാണ് വാൻസ് വ്യക്തമാക്കിയത്. എന്നാൽ ഭരണകൂടത്തിന്റെ തീരുമാനങ്ങളെ പിന്തുണയ്ക്കുന്നതാണ് വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്തമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനാൽ തന്നെ ട്രംപിനെ നേരിട്ടെതിർക്കാതെ നയപരമായ ആശങ്കകളാണ് വാൻസ് മുന്നോട്ട് വെച്ചതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഇതിനിടെ ഇറാനിൽ ഇതുവരെ നടത്തിയതിൽ ഏറ്റവും വലിയ വ്യോമാക്രമണ പരമ്പര പൂർത്തിയാക്കിയതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. പ്രധാന കമാൻഡ് സെന്ററുകൾ, വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ, മിസൈൽ ഡ്രോൺ കേന്ദ്രങ്ങൾ, തീരദേശ നിരീക്ഷണ സംവിധാനങ്ങൾ എന്നിവയാണ് ലക്ഷ്യമിട്ടതെന്ന് US സൈന്യം വ്യക്തമാക്കി. അതേസമയം അമേരിക്കൻ ആക്രമണങ്ങൾക്ക് മറുപടിയായി കുവൈറ്റിലെ US സൈനിക താവളത്തിനു നേരെ മിസൈൽ റോക്കറ്റ് ആക്രമണം നടത്തിയതായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡും അവകാശപ്പെട്ടു. ഇതോടെ പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ കൂടുതൽ രൂക്ഷമാകുമെന്ന ആശങ്കയും ഉയരുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, കൈരളി ന്യൂസ്.